അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് വർത്തമാനങ്ങൾ, വിമർശനങ്ങൾ, നിരൂപണങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. ഒരുപാട് നവോത്ഥാന നായകരെക്കുറിച്ച് കേൾക്കുമ്പോഴും അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, വ്യക്തി ജീവിതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും പക്ഷേ പ്രവാചകന്റെ അത്ര വിമർശിക്കപ്പെട്ട വിവാഹങ്ങളെക്കുറിച്ച് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്കറിയാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ സത്യസന്ധമായിട്ട് സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് നിലക്കാണ് പ്രവാചകൻ വിവാഹം ചെയ്തത് എന്നത് തീർച്ചയായിട്ടും പഠന വിധേയമാക്കേണ്ടുന്ന അത്രക്കും വിശാലമായ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ പല ആംഗിളിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിവാഹത്തെയും സമീപിക്കുന്നത്. ഇങ്ങനെ പ്രവാചകന്റെ വിവാഹങ്ങളെ അതിൽ നമ്മൾ ചിലപ്പോഴേ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവുക ആയിഷ ബീവിയെക്കുറിച്ച് മാത്രമായിരിക്കും, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതും ആയിഷ ബീവി ആയിരിക്കും. അപ്പോൾ അതിനപ്പുറത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം എന്നത് ഒരു ലൈംഗികമായ ഒരു ആവശ്യ പൂർത്തീകരണത്തിനോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനോ അല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ വിവാഹം ഖുവൈലിദിൻ്റെ പുത്രി ഖദീജ ബീവിയായിരുന്നു. അവരുടെ 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ അവരെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ വയസ്സ് 25ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവാഹത്തെ കുറിച്ച് നമുക്കറിയാം, പിന്നീട് അദ്ദേഹം അവരുടെ മരണത്തിന് ശേഷം മാത്രമാണ് വേറൊരു വിവാഹത്തിന് അദ്ദേഹം ഏർപ്പെടുന്നത്. അഥവാ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് 50 വയസ്സാണ്. നീണ്ട 25 വർഷങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയോടൊപ്പം ജീവിതം ആസ്വദിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഏതൊരു കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. കാരണം ആ സമയത്ത് ധാരാളം ആളുകൾ പല 12, 13, 14, 15 ഒക്കെ വിവാഹങ്ങൾ യാതൊരു പ്രയാസവുമില്ലാതെ കൊണ്ടുപോയിരുന്ന സമയത്താണ് ഒരൊറ്റൊരാൾ എന്ന മട്ടിൽ പ്രവാചകൻ ഖദീജ ബീവിയുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, അതിൽ ശരിക്കും ആ ഒരു 25 വയസ്സായ വളരെ സുമുഖനായിക്കൊണ്ട് എല്ലാവർക്കും, ഏതൊരു സ്ത്രീയും കൊതിക്കുന്ന യൗവനവും തികഞ്ഞ അങ്ങനെയല്ല, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു പ്രവാചക മുഹമ്മദ് എന്ന് പറയുന്നത്. അപ്പം കല്യാണം കഴിക്കുന്നത് 40 വയസ്സുള്ള ഒരു മധ്യവയസ്ക എന്ന് പറയുന്നത്, അത് ശരിക്കും ഒരു അത്ഭുതമല്ലേ? ശരിക്കും അല്ലേ? അങ്ങനെ അതാണ് നമ്മൾ ഇപ്പം തന്നെ ഈ 2024 നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ പോലും 40 വയസ്സുകാരി 25 വയസ്സുകാരൻ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതേസമയത്ത് പ്രവാചകനെ കുറിച്ച് പറയുന്നത് പ്രവാചകൻ ഭോഗാസക്തനാണ്, അങ്ങനെ എന്താ പറയുക, ലൈംഗികത മാത്രമായിരുന്നു പ്രവാചകത്തിന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും 25 വയസ്സുള്ള ഒരാളെന്തായാലും 40 വയസ്സുകാരിയെ തിരഞ്ഞെടുക്കുമായിരുന്നില്ല. ഖദീജ ബീവിയെക്കുറിച്ച് പിന്നീട് ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. സമ്പന്നയായിരുന്നു, നല്ല കച്ചവടക്കാരിയായിരുന്നു, പ്രവാചകന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്ന ഭാര്യയായിരുന്നു. വഹി ലഭിച്ച സമയത്ത് പ്രവാചകനെ ചേർത്ത് പിടിച്ച ആളായിരുന്നു ഖദീജ. ഖദീജയിൽ നിന്നാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായത് എന്ന അഭിമാനത്തോടു കൂടി ആയിഷ ബീവിയോട് പറയുന്നതൊക്കെ നമുക്ക് അതെ, ആയിഷ ബീവി പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖദീജ ബീവിയുമായിട്ട് പ്രവാചകൻ്റെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നതിൽ അങ്ങേയറ്റം പ്രണയത്തെയും ദാമ്പത്യ ജീവിതത്തെയും കുറിച്ചിട്ട് പറയുന്നുണ്ട് ആയിഷ ബീവി. അതായത് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴടക്കം ഖദീജ ബീവിക്ക് ഇഷ്ടപ്പെട്ട ആളുകളും ഖദീജ ബീവി ഇഷ്ടപ്പെടുന്ന ആളുകളേക്ക് കൂടി ഭക്ഷണം എത്തിക്കുക എന്നുള്ളത്. അപ്പം പലപ്പോഴായി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട്, ഖദീജ ബീവി ഒരു കിഴവിയായിരുന്നില്ല, എന്നിട്ട് പോലും താങ്കൾ ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് എന്നുള്ളത്. അത്രത്തോളം പ്രവാചകനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ, ആ ഒരു പ്രായവ്യത്യാസം ഉണ്ടായിരിക്കെ തന്നെ ആ ഒരു പ്രവാചകനുമായിട്ടുള്ള ബന്ധത്തെ അത്രത്തോളം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മരണം വരെ വേറൊരു കല്യാണം കഴിച്ചിട്ടുമില്ല എന്നുള്ളതും കാലഘട്ടവും വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ സമ്മാനം കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇണയെ സ്നേഹിക്കുന്ന കൂട്ടുകാരികളെ മരണത്തിന് ശേഷം എത്രയോ കാലം വരെയും പ്രവാചകൻ തൻ്റെ മരിച്ചു പോയതിനു ശേഷവും അവരുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും കൊടുക്കുക എന്ന് പറയുന്ന ഒരു അങ്ങനെ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ബന്ധത്തിന്റെ ഊഷ്മളതയാണ് അതിൽ നിന്ന് നമുക്ക് ഒരു ഹൃദയതയും. നമ്മളിൽ തന്നെ എത്ര ആളുകളായിരിക്കും കൂട്ടുകാരെ പോലെ അറിയാത്തവരായിരിക്കും നമ്മൾ പലപ്പോഴും. അപ്പം അങ്ങനെയായിരുന്നു ഒന്നാമത്തെ ദാമ്പത്യ ജീവിതം ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതോടുകൂടി നമ്മൾ ചേർത്ത് വയ്ക്കുന്ന രണ്ടാമത്തെ വിവാഹം, സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോഴോ ആദ്യം വിവാഹം കഴിച്ചത് ഈ പറയുന്നത് പോലെ 45 വയസ്സുകാരിയാണ്, 40 വയസ്സുകാരിയാണ്.
രണ്ടാമത് സ്വാഭാവികമായിട്ട് പ്രവാചകന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്തത് ഏതായാലും ആയിഷയായിരിക്കും, അങ്ങനെയായിരിക്കും നമ്മുടെ ചർച്ചയിൽ അധികം കടന്നു വരാം. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ വിവാഹം സൗദ ബീവിയായിരുന്നു. ആരായിരുന്നു സൗദ? ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സൗദ ബീവി വിവാഹം കഴിക്കുന്ന സമയത്ത് സൗദ ബീവിയുടെ പ്രായം 66 വയസ്സാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 50 വയസ്സുള്ള പ്രവാചകനാണ് 66 വയസ്സുകാരിയെ വിവാഹം ചെയ്യുന്നത്. സൗദ ബീവി വിവാഹം ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് ചരിത്രത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഏറെ തീക്ഷ്ണമായിട്ട് പരീക്ഷിക്കപ്പെട്ട സമയത്ത്, വിശ്വാസികൾ ക്രൂരമായി മർദ്ദനത്തിനിടയാക്കപ്പെട്ട സമയത്ത് എത്യോപ്യയിലേക്ക് ആളുകൾ പലായനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പലായനം ചെയ്യുന്ന രണ്ടാമത്തെ കൂട്ടരിൽ ആരുമുണ്ട്? സൗദയും സൗദയിൻ്റെ ഭർത്താവായിട്ടുള്ള സക്രാനുമുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? എത്യോപ്യയിലേക്ക് പോകുന്നു. അങ്ങനെ എത്യോപ്യയിൽ താമസിക്കുന്നു. നാടും വീടും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവർ ഹിജ്റ ചെയ്യുന്നത്. അങ്ങനെ ഒരു സമയത്ത് അവർ കേൾക്കുന്നുണ്ട്, ഖുറൈശികളെല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് അവർ വിശ്വസിച്ച് അവർ സന്തോഷത്തോടു കൂടി തിരിച്ച് മക്കയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ മക്കയിൽ വന്നതിന് ശേഷം അവർ വിശ്വസിക്കുകയാണ്, പിന്നെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു ഖുറൈശികൾ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ആരും എന്ത് ചെയ്തിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. കേട്ടതൊരു വ്യാജ വാർത്തയായിരുന്നു. അതിൽ അവർക്ക് നല്ല പ്രയാസം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം ആളുകളൊക്കെ മടങ്ങിപ്പോയി. കുറേ ആളുകൾ, വിശ്വാസികൾ വീണ്ടും എത്യോപ്യയിലേക്ക് തന്നെ തിരിച്ചുപോയി. പക്ഷെ സൗദ ബീവിയും സക്രാനും എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ നിലയുറപ്പിക്കുന്നു. അവർ തിരിച്ചു പോകുന്നില്ല. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അദ്ദേഹം, സൗദയുടെ സൗജി ഇണ, മരണപ്പെടുന്നു. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യുന്നില്ല, സൗദ ബീവി വല്ലാത്ത പ്രയാസത്തിലാക്കപ്പെടുന്നുണ്ട്. കാരണം കുടുംബാംഗങ്ങളൊന്നും ഇവരുടെ കൂടെയില്ല. സ്വാഭാവികമായും എല്ലാവരും ഇസ്ലാം മതം ഉപേക്ഷിക്കുവാനാണ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് നിർബന്ധിക്കുന്നുണ്ട്. ഇതിലും അല്ലാതെ അവർ പ്രയാസപ്പെടുന്നുണ്ട്. കാരണം മറ്റുള്ളവരൊക്കെയും എന്താണ്? ശത്രുപക്ഷത്താണ്, ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ മാനസികമായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അവർക്ക് പിന്നെ ഇണ മരിച്ച അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കുടുംബക്കാരും ആരുമില്ല. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ദയോടുകൂടി സൗദ ബീവി എന്ത് ചെയ്യുന്നത്? ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ ആ വിവാഹത്തിന്, അഥവാ പ്രവാചകന്റെ വിവാഹത്തെ ഇങ്ങനെ ചില ഘട്ടങ്ങളാക്കിയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. അതായത് ഒരു മനുഷ്യത്വപരമായ ഒരു ഘടന ഉണ്ടായിരുന്നു, അല്ലെ? കാരണങ്ങൾ ഉണ്ടായിരുന്നുള്ള ഒരു സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനോടുകൂടി ചേർത്ത് വെക്കാൻ പറ്റിയ വിവാഹമാണ് സൈന ബിൻത്ത് ഹുസൈമ എന്ന് പറയുന്ന, ഹുസൈമയുടെയും എന്താണ് ഹിന്ദ് എന്ന മാതാപിതാക്കളായിക്കൊണ്ടുള്ള സൈനബ് വിവാഹം ഉമ്മുൽ മസാക്കിൻ എന്ന പേരിൽ പ്രശസ്തയാർജിച്ച അവരുടെ വിവാഹം ഇതുപോലെയാണ്. ഉഹുദ് യുദ്ധത്തോടു കൂടിയിട്ടുണ്ട് ഏകദേശം 70ഓളം സഹാബികൾ മരണപ്പെടുമ്പം അവരുടെയൊക്കെ വൈധവ്യം ഏറ്റുവാങ്ങിയ വിധവകൾ, ഇപ്പോൾ വിധവാ സംരക്ഷണം വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിൽ. അപ്പം നമ്മളുടെ ഒരിക്കലും ഇസ്ലാമിലെ പ്രവാചനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി പഠിച്ചു നോക്കുമ്പം കുറച്ചുകൂടി ഇഷ്ടമാകുന്ന, അല്ലെങ്കിൽ നമുക്കൊന്നും കൂടി അത്ഭുതപ്പെടുന്നത് പറച്ചിൽ മാത്രമല്ല, ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ ഒരു ലീഡർ എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ മാതൃക കാണിച്ചു കൊടുക്കാൻ ഒരു വിധവയെ വിവാഹം കഴിച്ചുകൊണ്ടും വഴിയാണ് ഈ സൈനബ് റളിയല്ലാഹു അവർ കല്യാണം കഴിക്കുന്നത്. 3 മാസം മാത്രമാണ് ശരിക്കും പ്രവാചകൻ്റെ കൂടെ എന്നുള്ള ആ ഒരു ദാമ്പത്യം നിന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഈ മനുഷ്യത്വപരമായ ധാരാളം വിഷയങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പല വിവാഹങ്ങളും കാണാൻ പറ്റും. പ്രവാചകൻ്റെ ഈ ഒരു ഇത്തരം കാരണത്തിൽ മനുഷ്യത്വപരമായ കാരണങ്ങളോടുള്ള വിവാഹത്തിലൂടെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന വിവാഹമാണ് ഉമ്മു സലമ റളിയല്ലാഹുവിനായിട്ടുള്ള വിവാഹം എന്ന് പറയുന്നത്. അവരുടെ ഭർത്താവ് അബ്ദുൽ അസദിൻ്റെ മകൻ അബ്ദുള്ള, അവരുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടാളും ഇസ്ലാം സ്വീകരിക്കുകയും അവർ മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് ചെയ്യണം. അപ്പം മക്സൂം ഗോത്രക്കാരിയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പലായനം ചെയ്യുന്ന അറിഞ്ഞിട്ട് ഇവരുടെ ഗോത്രക്കാർ വന്നിട്ട് ഇവരെ തടഞ്ഞു വെക്കുകയും ഇവരെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ കുട്ടിയെ ആണെങ്കിൽ ആര് കൊണ്ടുപോവാണ്? പിതാവിൻ്റെ ഗോത്രക്കാർ കൊണ്ടുപോകണം. ചരിത്രത്തിൽ വേറെ വേദനയോടുകൂടിയ സങ്കടത്തോടെ തിരിച്ചു പോരുകയും എല്ലാ ദിവസവും അവർ എവിടെ വെച്ചിട്ടാണോ ഈ മകളെയും ഭർത്താവും നഷ്ടപ്പെട്ടത് അവിടെ പോയി സങ്കടത്തോടെ നോക്കി നിൽക്കും അത്രേ, തിരിച്ചു വരാൻ ഒരു പ്രതീക്ഷയോടുകൂടി. ഇതിങ്ങനെ കണ്ടപ്പം ഒരു കോവിലിൻ്റെ ഗോത്രക്കാരോട് ചെന്ന് പറഞ്ഞത്രേ, അവരെ ഒന്ന് എന്ത് ചെയ്യേ അനുവദിക്കൂ, അവരെ യാത്രയിലേക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ വേണ്ടി അവിടെ അപേക്ഷിക്കുകയും അങ്ങനെ ഒരു ഗോത്രക്കാർ ഇവരെ അപേക്ഷിച്ചപ്പം 300 മൈലോളം യാത്ര ചെയ്തിട്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ ആളുമാരാണ് ഉമ്മു സലമ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ അബൂ സലമ അദ്ദേഹം വളരെ സജീവമായിട്ട് ബദർ യുദ്ധത്തിലും ഉഹുദ് യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുകയും ഉഹുദ് യുദ്ധത്തിൽ അപകടം പറ്റിയിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്, രോഗബാധിതനായി മരണപ്പെടുകയാണ്. ഇദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് 4 മക്കളും ഈ ഉമ്മു സലമയും ബാക്കിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ പാലായനം ചെയ്തു വന്ന അവർ വേറെ ആരും ഇവിടെ സംരക്ഷിക്കാനില്ലാത്ത സമയത്ത്
ആ സമയത്താണ് ഈ ഒരു വിധവ ഒരു ഇതും കൂടി നോക്കിക്കൊണ്ടും അവരുടെ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുമാണ് പ്രവാചകൻ ഈ വിവാഹം നമുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിധവാ വിവാഹത്തിന് ശരിക്കും ഇസ്ലാമിലെ നമ്മൾ വെറുതെ പറയും, ഇപ്പോൾ തന്നെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പോലും വിധവാ വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന പാർട്ടികളെ കുറിച്ചോ നവോത്ഥാന സംഘടനകളെ കുറിച്ചോ വ്യക്തികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര ആളുകൾ അതിന് തയ്യാറാകുന്നുണ്ട് ഈ ഒരു കൺസെപ്റ്റിനെ ആത്മാർത്ഥമായി ഉൾക്കൊള്ളുവാൻ. മാത്രമല്ല ഇവിടെ ഇപ്പം പറഞ്ഞ അടിസ്ഥാനത്തിൽ അവരുടെ മക്കൾ എന്ന് പറയുന്നതും വലിയൊരു കൺസേൺ ആണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ സംരക്ഷണം, അവരുടെ ഉത്തരവാദിത്തം എന്നുള്ളത്. അതുപോലെ നേരത്തെ ഞാൻ സൈനബ് ബിൻത് ഹുസൈനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ശരിക്കും അവരെ പ്രവാചകൻ കല്യാണം കഴിക്കുന്നത് 4ാമത്തെ ആളായിക്കൊണ്ടാണ്. 3 ആളുകളുടെ കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ അവർ മരണപ്പെട്ടതിന് ശേഷമാണ് അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് യുദ്ധത്തിൽ മരണപ്പെട്ടതിന് ശേഷമാണ് 4ാമത്തെ ഒരാളായിട്ടാണ് പ്രവാചകൻ കല്യാണം. അപ്പൊ എത്രത്തോളം ആ വിശാലതയും അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തോടു കൂടെയാണ് ഈ പ്രവാചകന്റെ വിവാഹങ്ങൾ നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, പ്രവാചകൻ വിവാഹം ചെയ്തത് പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ വിവാഹങ്ങളും പല കാരണങ്ങൾ കൊണ്ടാണ്. നേരത്തെ മനുഷ്യത്വപരമായ കാരണം പറഞ്ഞതുപോലെ തന്നെ നിയമനിർമ്മാണവുമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നയതന്ത്രപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള കാര്യം. അതിൽ ജുവൈരിയെ കല്യാണം കഴിക്കുന്നത് തന്നെ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നത് ബനുൽ മുസ്തലിക്ക് ഗോത്രവുമായി ബന്ധപ്പെട്ട് പ്രവാചകനും മദീനയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ്. അങ്ങനെ ബനുൽ മുസ്തലിക്ക് ഗോത്രത്തലവനായ ഹാരിസ് ബിൻ സിറാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുകയും അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ ജുവൈരിയുടെ ഭർത്താവും മകനും മരണപ്പെടുന്നുണ്ട്. അങ്ങനെ ബന്ദിയാക്കപ്പെട്ടപ്പോൾ ഇവരെ ജുവൈരിയെയും ബന്ദിയാക്കപ്പെട്ടപ്പോൾ ഗോത്രത്തലവൻ്റെ മകളാണല്ലോ, അങ്ങനെ പോയി പ്രവാചകനോട് പറയുന്നുണ്ട്. ഗോത്രത്തലവൻ പോയി പറയാണ്, എനിക്കിങ്ങനെ എൻ്റെ മകളെ ബന്ദിയാക്കി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ എനിക്ക് വിട്ടുതരണം എന്ന്. എന്ത് പ്രതിഫലം തന്നിട്ടും നൽകിയിട്ടും എനിക്ക് വിട്ടുതരണം എന്ന് പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, പ്രതിഫലം വേണ്ട, നിങ്ങൾ അവരെ സ്വീകരിച്ചോളൂ, എടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പ്രവാചകന്റെ ആ ഒരു സമീപനം അദ്ദേഹത്തിൽ വല്ലാതെ ആകൃഷ്ടനാവുകയും പ്രവാചകനോട് അങ്ങോട്ടേക്ക് പറയുകയാണ്, എൻ്റെ മകളെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്നുള്ളത്. അപ്പം ആ ഒരു സംഭവത്തിന് ശേഷം ആ ബനുൽ മുസ്തലിക്ക് ഗോത്രത്തിൻ്റെ ആളുകൾ 100ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് വരാനുള്ളൊരു കാരണമാവുകയും അവരെ വിവാഹം, അതായത് ആ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ ജുവൈരിയെ വിവാഹം കഴിക്കുക. അതായത് പ്രവാചകൻ അങ്ങോട്ട് പറഞ്ഞതല്ല, അവർ ജുവൈരിയ പിതാവിനോട് പറയുന്നുണ്ട്, എനിക്ക് പ്രവാചകനെ വിവാഹം ചെയ്യണം എന്നുള്ളത് ജുവൈരിയ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിതാവിൻ്റെയും മകളുടെയും ആഗ്രഹപ്രകാരമാണ് പ്രവാചകനെ വിവാഹം ചെയ്യുന്നതെന്നാണ്. അതുപോലെ തന്നെ നയതന്ത്രപരമായിട്ടുള്ള ഒരു വിവാഹത്തിനുള്ള ഉദാഹരണമാണ് മാരിയത്തുൽ കിബ്തയുടെ. അതും അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന അവിടെ മുഖൈസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന മാരിയത്തിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പ്രവാചകന് സമ്മാനമായിട്ട് കൊടുക്കുക. അപ്പം ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തിനും ഏതിനും അത് അത്രയും പ്രൗഢിയുള്ള ഒരു സമ്മാനമായിട്ട് സ്ത്രീയെ കൊടുക്കുകയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് സമ്മാനമായിട്ട് കൊടുക്കുന്നതോടുകൂടി അവരെ അടിമ സ്ത്രീകളായി അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് പ്രവാചകൻ വിവാഹം ചെയ്യാനുള്ള കാരണങ്ങൾ പലതരത്തിലുള്ളതാണ്. വിവാഹം കഴിയുന്നതോടുകൂടി അവരെന്തെയും സ്വതന്ത്രയാക്കപ്പെടുകയും മാറി ചിന്തിക്കുകയും രാജാവ് തന്നെ കൊടുക്കുന്നത് ഈജാബും കബൂലിന്റെയും ഒരു ബന്ധം വരുന്നുണ്ട്. അതെ അതെ, ഈജാബും കബൂലുമായിട്ട് വാങ്ങുകയും അത് ആ ഒരു കണ്ടീഷൻ കൺസെപ്റ്റ് എന്നുള്ളത്. അതിനോടുകൂടി ചേർത്ത് വെക്കാവുന്ന ഒരു വിവാഹമാണെന്ന് തോന്നുന്നു ഉമ്മു ഹബീബ റളിയല്ലാഹുവിൻ്റെ വിവാഹം എന്ന് പറയുന്നത്. റംല എന്നായിരുന്നു അവരുടെ പേര്. പ്രവാചകന്റെ കൊടിയ ശത്രുവായ അബൂ സുഫിയാന്റെ മകളാണ് അവർ. അബൂ സുഫിയാനും അവരുടെ ഭാര്യ ആരാ, ഹിന്ദ് എന്ന് പറയുന്നത് ഹംസ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി വഹ്ഷിക്ക് സ്വർണ്ണാഭരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അത് കേട്ട് അതനുസരിച്ച് വഹ്ഷി കൊലപ്പെടുത്തിയിട്ട് കരള് മാന്തിപ്പിളർന്നല്ലേ, കരള് കൊണ്ടുപോയിട്ട് ഹിന്ദിനെ കൊടുത്ത് ചവച്ച് അതെ 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 അതല്ലേ അവരുടെ മകളാണ് ഉമ്മു ഹബീബ എന്ന് പറയുന്നത്. ഈ ഉമ്മു ഹബീബ റളിയല്ലാഹുവിനെയും അവരുടെ ഭർത്താവും ഇസ്ലാം വിശ്വസിച്ചുകൊണ്ട് അവർ എത്യോപ്യയിലേക്ക് ഹിജ്റ പോവുകയാണ് ചെയ്യുന്നത്. ആ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി കഴിഞ്ഞ് അവരവിടെ കുറച്ച് നാൾ താമസിച്ചപ്പം ആദ്യം ക്രിസ്ത്യാനിയായിരുന്ന ഇവരുടെ ഭർത്താവ് ഉബൈദുള്ള അവരെന്ത് ചെയ്തിരിക്കുകയാണ്, തിരിച്ചു വീണ്ടും ക്രിസ്തു മതത്തിലേക്ക് പോയി. അപ്പോൾ ഇവരകപ്പെടുന്ന ധർമ്മസങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം വിട്ടെറിഞ്ഞ് കുടുംബമൊക്കെ വിട്ടെറിഞ്ഞ് പോകുമ്പം അവിടെ നിന്ന് വീണ്ടും ഭർത്താവ് മാറുന്നതോട് കൂടിയിട്ട് ഹബീബ അവരെ മകളുണ്ട്, അതാണ് ഉമ്മു ഹബീബ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പം അവർ വീണ്ടും ആരും ആശ്രയമില്ലാതെ നിൽക്കുന്ന സമയത്താണ്
പ്രവാചകൻ അമ്രുബിൻ ഉമയ്യ എന്ന് പറയുന്ന തൻ്റെ ഒരു അനുചരൻ്റെ അടുത്ത് നജ്ജാശി രാജാവിന് എന്ത് ചെയ്തോണ്ട് ഒരു സന്ദേശം അയക്കുകയാണ്, ഇവരെ സ്വീകരിക്കാൻ, കല്യാണം കഴിച്ച് വിവാഹം കഴിച്ച് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഒരു സന്ദേശം അയക്കുകയും അദ്ദേഹം അബ്രഹ എന്ന ദാസിയിലൂടെ വിവരം ഉമ്മു ഹബീബയെ അറിയിക്കുകയാണ്. വളരെ സന്തോഷവതിയായ അവർ ആരെ കല്യാണം കഴിക്കാൻ ഓഫർ ചെയ്യണത്? പ്രവാചകനാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വരുന്ന ഒരു തുറസാണത്. വിശ്വാസത്തിൽ നിന്ന് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നൊരു വെളിച്ചം കൂടിയാണത്. അപ്പോൾ അതിൽ ആ ഒരു വിശ്വാസത്തിലിട്ട് അവരുടെ ഒരു ബന്ധുവിനെ വലിയാക്കിയിട്ട് ആ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് നിക്കാഹ് നടക്കുന്നത്. 400 ദിർഹം മഹർ കൊടുക്കുന്നത് നജ്ജാശി രാജാവാണ്. അങ്ങനെ കഴിച്ചിട്ട് പിന്നെ നജ്ജാശി ഒരാളെ കൂട്ടത്തിൽ ഇവരെ മദീനയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സോണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മനോഹരമായ വശം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകൻ്റെ കൊടിയ ശത്രുവായ അബൂ സുഫിയാൻ ഈ കല്യാണ വാർത്ത അറിയുമ്പം പറയുന്നത് മുഹമ്മദ് നല്ലൊരു മനുഷ്യനാണ്, മാന്യനായ ഭർത്താവാണെന്നോ. അതായത് ആ ഒരു ആശയത്തോട് അവർ യുദ്ധം ചെയ്തപ്പോഴും സമരം ചെയ്യുമ്പോഴും ഒക്കെ വ്യക്തി എന്ന നിലയിൽ മുഹമ്മദിനെ ശത്രുക്കൾ പോലും അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞ പോലെ തന്നെയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പിതാവ് പ്രവാചകന്റെ തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞെടുത്തുനിന്നാണ് പ്രവാചകനോട് പറയുന്നത് വേണ്ട, താങ്കൾ എന്ത് ചെയ്തോളൂ, എൻ്റെ മകളെ വിവാഹം ചെയ്തോളൂ. ഇതുപോലെ തന്നെയാണ് അബൂ സുഫിയാനും പറയുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ നയതന്ത്രത എവിടെ മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കല്യാണത്തിന് ശേഷം അബൂ സുഫിയാൻ യഥാർത്ഥത്തിൽ ഉഹുദിലും അതുപോലെ അഹ്സാബ് യുദ്ധത്തിലും ഒക്കെ അവരുടെ സർവ്വസൈന്യാധിപനായിരുന്നു ശത്രുപക്ഷത്തിൻ്റെ. പക്ഷേ ഈ കല്യാണത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? നബിയോട് നേർക്ക് നേരെ എതിർപ്പെട്ടിട്ടില്ല എന്നുള്ള. മാത്രമല്ല, മക്ക വിജയത്തിൻ്റെ അനുബന്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ ഒരു വിവാഹം കാരണമാകുന്നുണ്ട്. അപ്പോൾ ഓരോ വിവാഹത്തിനും എന്തുണ്ട്? അതിൻ്റേതായ കാരണങ്ങൾ അല്ലെങ്കിൽ അടിത്തറകൾ എന്നാണ് ഓരോ പ്രവാചകൻ വിവാഹം എന്നാണ് നമുക്കിന്ന് വ്യക്തമാവുന്നത്. പ്രവാചകന്റെ നയതന്ത്രപരമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കൂടെ ഒന്ന് ആഡ് ചെയ്യാനുള്ളതാണ് മൈമൂന റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. 2 ഭർത്താക്കന്മാരും മരിച്ചതിന് ശേഷം കുടുംബക്കാർ തന്നെ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് പറയുകയാണ് പ്രവാചകനോട് കല്യാണം കഴിക്കണം എന്നുള്ളത്. അപ്പം പ്രവാചകൻ അതിന് സമ്മതിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ ഹൈബർ യുദ്ധം, ആ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവാചകൻ ആ ഒരു വിവാഹത്തെ നീട്ടിവെക്കുകയാണ്. അതിനുശേഷം യുദ്ധം ഹുദൈബിയ സന്ധിക്കൊക്കെ ശേഷം പ്രവാചകൻ മൈമൂന റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു വിവാഹം ചെയ്തതോടുകൂടി പറയുന്നത് ഇസ്ലാമിന് വലിയ മുതൽക്കൂട്ടായി എന്നുള്ളതാണ്, അവരുടെ അറിവും പാണ്ഡിത്യവും ഒക്കെ. അതുപോലെ തന്നെ മറ്റൊരു പത്നിയാണ് സഫിയ. അതായത് വിമർശകർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2-3 സഫിയയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സഫിയയുള്ള സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പ്രവാചകൻ സഫിയെ വിവാഹം ചെയ്തു എന്നുള്ളതാണ്. മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത് പ്രവാചകനെ ഒരു ശത്രുവിന്റെ ഭാര്യ എന്ത് ചെയ്തു? പിടിച്ചു കൊണ്ടുവരികയും സമ്മതമില്ലാതെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത് സഫിയയുമായി ബന്ധപ്പെട്ട്, സഫിയ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട്. ഹുയയ്യൂബിൻ അക്തബ് എന്ന് പറയുന്നത്, സഫിയ റളിയല്ലാഹുവിൻ്റെ പിതാവ് എന്ന് പറയുന്നത്, പ്രവാചകനെതിരെ ഒരുപാട് ഗൂഢതന്ത്രങ്ങളും അഹ്സാബ് യുദ്ധത്തിന്റെ സൂത്രധാരൻ എന്ന് നമ്മൾ വിളിക്കുന്നതും ഹുയയ്യൂബിൻ അക്തബാണ് അല്ലേ? കൊടിയ ശത്രുവാണ് യഥാർത്ഥത്തിൽ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ ആളാണ് സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് എന്ന് പറയുന്നത്. അബൂ സുഫിയാനുമായിട്ട് അദ്ദേഹത്തിന്റെ പിതാവ്, അതായത് സഫിയയുടെ പിതാവ് പോയി എനിക്ക് എൻ്റെ അധികാരം ഏൽക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് മുഹമ്മദാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുകയും മുഹമ്മദിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. അങ്ങനെ ആ ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിന് ശേഷം 2 പേരും ഭർത്താക്കന്മാരും മരിച്ചതിന് ശേഷം, പിതാവും ഭർത്താവും മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചന എന്ന് പറയുന്നത് സഫിയയെ കാണിച്ച് വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അവിടെ തടസ്സം പറയുന്നുണ്ട്. തടസ്സം പറയാൻ കാരണം എന്താ വെച്ചാൽ, വധിക്കപ്പെട്ട ഗോത്രത്തലവൻ്റെ മകളെ വിവാഹം ചെയ്യുക എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പം യഥാർത്ഥത്തിൽ അവിടെ ചെയ്യേണ്ടിരുന്ന സംഗതി എന്ന് പറയുന്നത് എതിർപക്ഷത്തുള്ള നേതാവിൻ്റെ സംരക്ഷണത്തിൽ ഈ ഒരു ഗോത്രത്തലവൻ്റെ മകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് അനുയായികൾ പ്രവാചകനോട് പറയുന്നത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? അവരെ സംരക്ഷിക്കണം. അങ്ങനെയാണ് പ്രവാചകൻ അവരെ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അതിനെപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, സഫിയ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു പോവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, സ്വതന്ത്രമായിട്ട് തിരിച്ചു പോവാണ്, അങ്ങനെയാണ് നിൽക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മോചിപ്പിക്കുകയാണ് നിങ്ങൾ തിരിച്ചു പോവാം എന്നതാണ് പ്രവാചകൻ കൊടുക്കുന്ന ഓപ്ഷൻ. അതെനിക്ക് ഇപ്പോൾ കേട്ടപ്പോൾ തോന്നിയെന്തറിയോ, നമ്മൾ ശരിക്കും ഒരു ശത്രുവിൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ദിയായി പിടിച്ച
ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരൊരു ഉന്നത കുലജാതയാണെങ്കിൽ അല്ലെങ്കിൽ അത്ര സ്ഥാനത്തിരിക്കാൻ അവർക്ക് കൊടുക്കുന്നൊരു അംഗീകാരം അല്ലേ, ആരെങ്കിലും ഒരാളെ കല്യാണം കഴിച്ച് പോകുന്നതല്ല. അപ്പം ആ ഒരു നേതാവിന് അവർക്ക് കൊടുക്കുന്നൊരു അംഗീകാരവും കൂടിയാണ് ഈ ഒരു വിവാഹത്തിലൂടെ നമുക്കൊന്നുകൂടി അത് മനസ്സിലാവുന്നത്. ആരെങ്കിലും ഒരാൾ വിവാഹം കഴിക്കാൻ വന്നപ്പം പ്രവാചകൻ അത് പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു അനുയായി അവരെ ഏറ്റെടുക്കുകയാണെങ്കിൽ അല്ല, ഗോത്രമുഖ്യനാണല്ലോ ഇവരുടെ പിതാവ്. സ്വാഭാവികമായിട്ടും ഗോത്രമുഖ്യന്റെ മകളെ സാധാരണക്കാരനായ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് സ്വാഭാവികമായിട്ടുണ്ടാകും. സാധാരണക്കാരനായ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അത് ആ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം മാനസികമായ വല്ലാത്തൊരു മുറിവുണ്ടാകും. അത് പ്രവാചകൻ പറയുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് 2 ഓപ്ഷൻ വെക്കുന്നത്. ഒന്നുകിൽ അനുയായികൾ ആവശ്യപ്പെടുന്നുണ്ട് ആദ്യം പ്രവാചകനോട്, അതിന് ശേഷമാണ് 2 ഓപ്ഷൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ പ്രവാചകന് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഇദ്ദ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച അവിടെ വരുന്നത്. അതായത് ഇദ്ദയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ഒരു മാസക്കാലം ആവുന്നതിന് മുന്നേ, അതായത് യുദ്ധം കഴിഞ്ഞൊരു മാസത്തിന് മുന്നേ, അതായത് യുദ്ധത്തടവുകാരുടെ വിധവകൾ സ്ത്രീകളുടെ ഇദ്ദ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മാസക്കാലമാണ് എന്നുള്ളത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആ ഒരു പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട്, സഫിയയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് അതൊരു വിമർശിക്കണം എന്നുള്ളത് കൊണ്ട് ധാരാളമായിട്ടത് പറയുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ ബീവിയുമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചത് ഇദ്ദ കാലയളവ് കഴിയുന്നതിന് മുമ്പാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് അറിയുന്നില്ല ഈ ഒരു തടവിലാക്കപ്പെട്ട പെണ്ണിന്റെ ഇദ്ദ കാലയളവ് എന്നുള്ളത് ഒരു മാസം. ഈ ഒരു മാസം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നടക്കും. അതെ, സംഭവം പിന്നെ ആരുടെ സംരക്ഷണത്തിൽ, അനുയായികളുടെ സംരക്ഷണത്തിൽ നിന്നതിന് ശേഷമാണ് വന്നിട്ട് ഈ ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് വിമർശകർ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പിൻബലത്തിലേക്ക് പ്രവാചകന്റെ വിവാഹത്തെ വിമർശിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ചരിത്രം സഫിയ ബീവിയുമായി ബന്ധപ്പെട്ട ചരിത്രം മനോഹരമായി പഠിക്കേണ്ട വേറൊരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ചു കൊണ്ടുവരിക, വധിച്ചിട്ട് പിടിച്ചു കൊണ്ടുവരിക, എന്നിട്ട് പത്നിയാക്കുക, അവരുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്യുക എന്നൊക്കെ. ആ സമയത്തും അതിനുശേഷവും അവരുടെ ദാമ്പത്യം തുടങ്ങി. പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ സൊഫിയ ബീവി തങ്ങളുടെ ഗോത്രത്തിന് അയക്കുന്ന, അവിടെയുള്ള ആളുകൾക്ക് അയക്കുന്ന കത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്, മനോഹരമായ എഴുത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതുന്ന മനോഹരമായ വർണ്ണനകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കാലഘട്ടത്തിൽ വിമർശകർ ഉന്നയിക്കുന്ന വിമർശനം ശരിയാണെങ്കിൽ ഒരിക്കലും അവരിൽ നിന്ന് അത്രമാത്രം ഒരു പ്രവാചകനെ മനോഹരമായി വർണ്ണിച്ചൊരു കത്ത് ഒരിക്കലും സാധ്യമാവില്ല. അത്രമാത്രം മനോഹരമായി സഫിയ റളിയല്ലാഹുവിനെ പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കിയ സമയത്ത് അദ്ദേഹം മുഴുവൻ കാര്യങ്ങൾ, അതായത് ഹുയ്യൂബിന് അക്തബ് പിതാവ് ചെയ്തതും എന്തെല്ലാം കാര്യം, എന്തുകൊണ്ടാണ് പിതാവിനെയും അവരുടെ സഹോദരനെയും ഭർത്താവിന് വധിക്കേണ്ടി വരുന്നത് എന്നുള്ള കൃത്യമായിട്ട് പറയുമ്പോഴാണ് ഇസ്ലാം എന്താണെന്നും ഇവർ ചെയ്ത തെറ്റുകൾ എന്താണെന്നും സഫിയ റളിയല്ലാഹു കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം തന്നെ പ്രവാചകൻ ഈ പ്രപ്പോസൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മനോഹരമായ ഒരു അധ്യായമാണ് ശരിക്കും പ്രവാചക ഭാര്യമാരെ കുറിച്ചുള്ള ജീവിതത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അതിൽ നമ്മളുടെ സൈനബ് ബിൻത്ത് ജഹ്ഷ് എന്ന് പറയുന്ന അവരുടെ കല്യാണത്തെക്കുറിച്ച് ഇതുപോലെ ധാരാളം വിമർശനങ്ങളുണ്ട്. അന്ന് തന്നെ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ സ്വന്തം മകളെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു പരാതി വന്നിട്ടുള്ള ഒരു വിവാഹം കൂടിയാണത്. യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ്റെ കല്യാണങ്ങളുടെ വിവാഹങ്ങൾക്ക് വ്യത്യസ്തമായ തലങ്ങൾ, ഒന്ന് അവർ പറഞ്ഞു മനുഷ്യത്വപരമായ തലമുണ്ട് എന്നുള്ളത്, നയതന്ത്രപരമായ തലമുണ്ട്, അതേപോലെയാണ് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു തലം കൂടിയുണ്ട് അതിന്. ഈ സൈനബ് ബിൻത്ത് ജഹ്ഷ് എന്ന് പറയുന്നത് പ്രവാചകൻ്റെ അമ്മായിയുടെ മകളാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകളായ ഉമൈമയുടെ മകളാണ് സൈനബ് ബിൻത്ത് ജഹ്ഷ് എന്ന് പറയുന്നത്. അവർ യഥാർത്ഥ പ്രവാചകൻ്റെ വീട്, പ്രവാചകൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ മകളെന്ന രീതിയിൽ ഒരേപോലെ ചെറുപ്പം മുതലേ കണ്ട് മുമ്പിൽ വളർന്ന കുട്ടിയാണ്. അപ്പം യഥാർത്ഥ പ്രവാചകൻ അവരെ ആദ്യമേ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ കന്യകയാവുമ്പം തന്നെ ആവാമായിരുന്നു. പക്ഷേ പ്രവാചകൻ അതല്ല, അള്ളാഹു നടത്തിക്കൊടുത്ത വിവാഹം എന്നാണ് ശരിക്കും അത് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. സൂറ അഹ്സാബിലെ 36-ാമത്തെ ആയത്തെ വമാ കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖഅല്ലാഹു വറസൂലുഹു അംറൻ തുടങ്ങുന്ന ഒരായത്തിൽ ഒരു അള്ളാഹുവും റസൂലും ഒരു തീരുമാനമെടുത്താൽ സത്യവിശ്വാസിനിക്കോ വിശ്വാസികൾക്കോ എന്തെല്ലാം തെറ്റിക്കാൻ അർഹതയില്ലാന്നും. സൈനബ് റളിയല്ലാഹു അടക്കം ഈ സെയ്ദ് റളിയല്ലാഹുവിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്താ അതിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ഇടങ്ങേറ് മനസ്സിലുണ്ടാവരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അതാണ് നമുക്ക് കല്യാണം കഴിക്കാൻ അനുസരിക്കുക മാത്രമല്ല അവിടെ മനസ്സിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരു അസ്വസ്ഥത ഇല്ലാതെ ചെയ്യണം എന്നാണ് ഇതിൻ്റെ ഒരു വിഷയം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനബ് ബിൻത്ത് ജഹ്ഷ് എന്ന് പറയുന്നത് ഖുറൈശി ഗോത്രത്തിൽ അന്ന് മക്കയിൽ സർവരാലും അംഗീകരിക്കപ്പെട്ട ഉയർന്ന കുടുംബത്തിൽ ജനിച്ച ഒരു കന്യകയാണ്. അതേസമയത്ത് സെയ്ദ് എന്ന് പറയുന്നത് ഖദീജ ബീവിയുടെ അടിമയായിരുന്നു. പ്രവാചകൻ കല്യാണം നടന്നപ്പം ഖദീജ ബീവി പ്രവാചകന് കൊടുത്തതാണ്, ഗിഫ്റ്റ് സമ്മാനമായി കൊടുത്തതാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ മോചിപ്പിക്കുകയും ഈ ഇസ്ലാമിലെ ഉച്ചനീചത്വങ്ങളില്ല, എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ള അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വിവാഹത്തിന് പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അള്ളാഹു നടത്തിക്കൊടുത്ത വിവാഹമെന്ന് നമ്മൾ വിളിക്കുന്ന വിവാഹമാണത്. പക്ഷേ സൈനബ് റളിയല്ലാഹു അൻഹക്ക് എന്തുണ്ടായിരുന്നില്ല, തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതേപോലെ അവരുടെ സഹോദരനായ അബ്ദുല്ലാഹിബ്നു ജഹ്ഷിനും ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ കുടുംബം മൊത്തത്തിൽ അത് എതിർപ്പായിരുന്നു. പക്ഷേ ഇങ്ങനൊരായത്ത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനമാണെന്ന് പറഞ്ഞതോടുകൂടി അവരത് അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ആ കല്യാണം നടക്കുകയും ആ കല്യാണം നടത്തി പ്രവാചകൻ തന്നെയാണ് മുഖ്യ കാർമ്മികത്തിൽ നിന്നിട്ട് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ആ കല്യാണം നടന്നു കഴിഞ്ഞാൽ പക്ഷെ ഒരിക്കലും എന്താവില്ല, അത് ഒറ്റുവിച്ച് പോകുന്നില്ല. കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു എന്താ പറയുക, എന്തോ ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് എന്ന് പറയുമല്ലോ നമ്മൾ, അങ്ങനെ കോംപ്ലക്സും അതേസമയത്ത് സൈനബ് റളിയല്ലാഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സുപ്പീരിയോറിറ്റി കോംപ്ലക്സും രണ്ടും അവിടെ. പക്ഷേ ഒരാളുടെ മനസ്സിലെ അപകർഷതാബോധവും ഒരാളുടെ മനസ്സിലുണ്ടായിരുന്ന ഔന്നത്യബോധവും തമ്മിൽ ക്ലാഷുകൾ വരികയും, പക്ഷെ അപ്പം അതിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ് ഖുർആൻ എന്നുള്ളതിന് തെളിവും കൂടി നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രവാചകൻ്റെ മനസ്സിൽ അള്ളാഹു വഹിയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഡൈവോഴ്സ് ആയിക്കഴിഞ്ഞാൽ, വിവാഹം ഒഴിക്കഴിഞ്ഞാൽ പ്രവാചകനാണ് കല്യാണം കഴിക്കേണ്ടത് എന്നുള്ളത്. ആരെയാണ് കല്യാണം കഴിക്കാൻ പോണത്? അന്നത്തെ കാലത്ത് ദത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ദത്തുപുത്രനാണ്. ദത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രനെ പോലെ കണക്കാക്കിയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ ഇതും കൂടി അവിടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വലിയൊരു തന്ത്രം കൂടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കൺസെപ്റ്റിനെ ഒരു പൊളിച്ചു കളയുക, എന്നിട്ട് വേറൊന്നിനെ യാഥാർത്ഥ്യത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് അങ്ങനെ വെച്ചാൽ ആ ഒരു യാഥാർത്ഥ്യത്തെ അത് സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയോ ഉമറിനെയോ ഒന്നുമല്ല, മറിച്ച് പ്രവാചകൻ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അപ്പം അതുവരെ സ്വന്തം വീട്ടിൽ വളർന്ന കുട്ടിയെ സ്വന്തം ദത്തുപുത്രനായ സെയ്ദിന് കല്യാണം കഴിച്ചു കൊടുത്തു. ആ ഇത് പിരിയുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ് പിന്നെ പറയുന്നത്? പ്രവാചകനോട് തന്നെ കഴിക്കാൻ പറയാം. പ്രവാചകനായി ഇവർ തമ്മിൽ ഒരുപാട് ക്ലാഷസ് ഉണ്ടാകുമ്പോഴൊക്കെ പ്രവാചകൻ പരമാവധി എന്ത് പറയുന്നുണ്ട്? വേണ്ട, മുന്നോട്ട് പോകാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഖുർആനിൽ അങ്ങനെ തന്നെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. പറയുന്നത് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് മുന്നോട്ട് പോകൂ, നീ എന്താണ് വിട്ട് കഴിഞ്ഞാൽ അത് ബന്ധം വേർപിരിഞ്ഞാൽ കഴിക്കേണ്ടത് ഞാനാണല്ലോ എന്നുള്ള പ്രവാചകൻ്റെ ഒരു ആകുലതയും കൂടി അതിനകത്തുണ്ട്. നാട്ടുകാരെന്ത് പറയുന്നുള്ളത്. യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത് പ്രവാചകൻ കൊണ്ടുവന്നതായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ വരില്ലല്ലോ. എന്നാലോചിച്ച് നോക്കിയത് എത്രത്തോളം ശരിക്കും ആലോചിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും ഖുർആൻ ഒരു ദൃഷ്ടാന്തമാണെന്ന് പറയുന്നതും കൂടി വലിയൊരു തെളിവാണ്. അങ്ങനെ ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വിവാഹം ഒഴിവായതോട് കൂടിയിട്ട് പ്രവാചകൻ എന്ത് ചെയ്യേണ്ടി വരികയാണ്? കല്യാണം കഴിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു നിയമമാണ് അവിടെ വെച്ചാൽ ജീവിതത്തിലൂടെ ദത്തുപുത്രന്മാരെന്ന് പറയുന്നത് യഥാർത്ഥ പുത്രന്മാരെയല്ല. ഇസ്ലാമിൽ ദത്തെന്നൊരു സമ്പ്രദായവുമില്ല എന്നുള്ളതാണ്. അതിന് കാരണങ്ങളായിട്ടും പറയുന്നുണ്ട്. ഇത് ഈ കുട്ടികളെ ദത്തെടുത്ത് കഴിഞ്ഞാൽ ഏത് നിമിഷവും അവർക്ക് എന്ത് ചെയ്യാം? ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റും. രണ്ടാമത് ദത്തെടുത്ത മക്കൾ സ്വന്തം കുടുംബത്തിൽ വളരുമ്പം അവിടുത്തെ ഭാര്യമാർ പെൺമക്കൾ ഒക്കെ എന്ന് പറയുന്ന ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം കൂടി അതുപോലെ സ്വന്തം വീട്ടിൽ ശരിക്കും അതപ്പോൾ എത്രത്തോളമാണ് ആ ഒരു കാഴ്ചപ്പാട് പഠിച്ചവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുള്ളത്. അതായത് പ്രവാചകന്റെ അനുഭവത്തിലൂടെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ദത്ത് എന്നുള്ള ആ ഒരു സമ്പ്രദായത്തെ ഇല്ലായ്മ ചെയ്യാന്നുള്ളത് അതാണ് കാണിച്ചു കൊടുത്തതോടുകൂടി കൃത്യം. പിന്നെ അനന്തരമായ സ്വത്തും അത് ഇവർക്ക് ഇവർക്ക് പോരില്ല എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് ആ നിയമം അങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നൊക്കെ പറയുന്ന ഒരു വിവാഹം. ഈ സൈനബ് റളിയല്ലാഹു അൻഹയുടെയും സെയ്ദിൻ്റെയും വിവാഹമോചനത്തിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ അഹ്സാബ് വായിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെ ആത്മസംഘർഷത്തിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയതെന്ന്. കാരണം അത് വലിയൊരു പ്രശ്നമാണ്. കാരണം ആളുകൾ എന്ത് വിചാരിക്കുക എന്നുള്ളത് സ്വാഭാവിക, പ്രത്യേകിച്ചൊരു നേതാവാണ് അൽ അമീൻ എന്ന് വിളിക്കുന്ന, അസ്വാദിഖ് എന്ന് വിളിക്കുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവിനെ നിലനിന്നിരുന്ന ആ ഒരു കൺസെപ്റ്റാണ്.
മാറുകയാണ് എന്ത് ചെയ്യണം? പ്രവാചകൻ തന്നെ പൊളിക്കണം, വേറെ ആരുമല്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പ്രവാചകരെ താങ്കൾ തന്നെ അത് പൊളിക്കണം. പക്ഷെ ഒരു മനുഷ്യനും അത് അംഗീകരിക്കാൻ പറ്റൂല. പക്ഷെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂലാണ്, താൻ അത് അംഗീകരിക്കണം. അങ്ങനെ ഒരു നേതാവ് അതിനെ കാണിക്കുകയും പിന്നീട് ഒരിക്കലും ആരും എന്ത് ചെയ്യരുത്, പുത്രനെ പോലെ, പുത്രൻ മാത്രമേ ഉള്ളൂ, പുത്രനെ പോലെ ഇല്ല, മകൾ മാത്രമേ ഉള്ളൂ, മകളെ പോലെ എന്നൊരു കൺസെപ്റ്റ്. സൂറ അസാബിൽ അത് അങ്ങനെ തന്നെ പറയുന്നില്ല. 4-ാമത്തെ 5-ാമത്തെ ആയത്തിൽ കൃത്യമായിട്ട് ദത്തുപുത്രന്മാരെ വിളിക്കേണ്ടത് അവരെ പിതാക്കളോട് ചേർത്തിട്ടാണ്. പിതാവിന്റെ പേര് ആ പേര് അറിയില്ലെങ്കിൽ അവരെന്താ വിട്ടേക്കുക എന്നല്ലാതെ സഹോദരന്മാരായിട്ട് നിങ്ങൾ കാണും. സഹോദരന്മാർ കാണില്ല. ഇതാ പിതാവ് ആരാന്ന് അന്വേഷിച്ചു പോകേണ്ടതില്ല. ഒരിക്കലും ഒരു ദത്തെടുത്താൽ എന്താവില്ല, സ്വന്തം പുത്രനെ പിതാവിലേക്ക് ചേർത്ത് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സഹോദരന്മാരായിട്ട് ഗണിക്കുകയും ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇനി നമ്മളെ പിന്നെ വിശദീകരിക്കാൻ കുറച്ച് പിന്നെ ഭാര്യമാരെ കുറച്ചുകൂടിയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആയിഷയെക്കുറിച്ച് പിന്നെ പറയാൻ തോന്നുന്നു. അതിൽ ഹഫ്സ ബീവിയെക്കുറിച്ച് വെറുതെ പറഞ്ഞു പോകാമെന്നുള്ളൂ. എങ്കിലും ഹഫ്സ ബീവി നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ഹഫ്സ. ഹഫ്സ ബീവിയുടെ പിന്നെ ആദ്യ ഭർത്താവ് ബദ്ർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് മാരകമായി മുറിവേൽക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം ഷഹീദാവുകയും ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുകയും അങ്ങനെ അദ്ദേഹം ഹുവൈസ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഹുനൈസിൻ്റെ ഭാര്യയായിരുന്നു ഹഫ്സ ബീവി. അങ്ങനെ ഇത് ഭയങ്കരമായ പ്രയാസം ഉണ്ടാക്കുകയും അങ്ങനെ അദ്ദേഹം പ്രവാചകൻ ആദ്യം പോകുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്കാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എൻ്റെ മകളെ താങ്കൾ വിവാഹം ചെയ്യുമോ? കാരണം ഇവർ അത്രമാത്രം കടുത്ത കൂട്ടുകാരാണ്, ഏറ്റവും ഉറ്റ മിത്രങ്ങളാണ്. ആ സമയത്ത് ഉസ്മാന്റെ വൈഫ് മരിച്ചു. അതെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുക്കിയ ബീവിയുടെ മരണത്തിന് ശേഷമുള്ള ഒരു സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് പറയുന്നത്, എൻ്റെ മകളെ താങ്കൾ വിവാഹം കഴിക്കുമെന്ന്. പക്ഷേ അദ്ദേഹം പറയുന്നു, എനിക്ക് പ്രയാസമാണെന്ന് പറയുന്നു. ഇത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ശേഷം പിന്നീട് പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലാണ്. താങ്കൾ എൻ്റെ മകളെ വിവാഹം കഴിക്കും, കാരണം മകളാണ്, ഏറ്റവും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആള് ഇവരാണ് എന്നത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തില്ല, ഇത് സമ്മതിക്കുന്നില്ല. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രയാസത്തോടു കൂടിയാണ് പോകുന്നത്. ഇവരെങ്ങനെയാണ് മറുപടി പറഞ്ഞത്? പ്രവാചകൻ സങ്കടം പറയാൻ പോയത്. ഭയങ്കര സങ്കടം പറയാൻ പോയതാണ്. ഭയങ്കര പ്രയാസമുണ്ട് പ്രവാചകരെ, ഞാൻ എന്താണ് ഇനി ചെയ്യുക, എനിക്ക് ഹഫ്സയുടെ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ടെന്നൊക്കെ ആയിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ പ്രവാചകനുമാണ്, എന്നാൽ ആത്മമിത്രത്തെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഹഫ്സ ബീവിയെ വിവാഹം കഴിക്കുകയും തൻ്റെ മകൾ റുക്കിയ മരിച്ചുപോയ അതിന് പകരമായിട്ട് എന്ത് ചെയ്തു? വീണ്ടും തൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു കൊടുക്കുകയും അങ്ങനെ ആ വാഗ്ദത്തം പൂർത്തിയാക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ആ വിഷയത്തിൽ. ഹഫ്സ ബീവിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അഥവാ സൗന്ദര്യം കണ്ട് അതിൽ മയങ്ങിയിട്ടാണ് വിവാഹം എന്ന് പറയുന്നതിൽ നേർത്തും വിപരീതമാണ് ഹഫ്സ ബീവിയുടെ പ്രകൃതം എന്ന് ചരിത്ര കഥകൾ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അഥവാ അത്രമാത്രം കാണാൻ ആകർഷണമൊന്നുമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, ആരാലും ആകർഷിക്കപ്പെടാത്ത ഒരു രൂപമായിരുന്നു ഹഫ്സ ബീവിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അവരെ ഏറ്റെടുക്കുന്നത്. അവരെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ഖുർആനിനെ മുസ്ഹഫാക്കിയിട്ട് സൂക്ഷിച്ചത് ആരുടെ പക്കലാണെന്നത് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഹഫ്സ ബീവിയുടെ അടുക്കലാണ്. കാരണം അവർ നല്ല വായനയും എഴുത്തും അറിയുന്ന ആളായിരുന്നു, പണ്ഡിതയായിരുന്നു. 66ഓളം ഹദീസുകൾ 60ഓളം ഹദീസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ സൗന്ദര്യത്തിന് അപ്പുറത്ത് ഉള്ള കോൺഫിഡൻസും കൂടിയാണത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതിന് ശേഷവും അവരെ സൗന്ദര്യമില്ലാത്തവൾ എന്ന അർത്ഥത്തിൽ മാറ്റി നിർത്തുകയല്ല, മറിച്ച് അവർക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ആയിരിക്കാം യഥാർത്ഥത്തിൽ ഇത്രമാത്രം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ, മുസ്ഹഫ് സൂക്ഷിക്കുവാൻ മാത്രം അവരെ അതിലേക്ക് എത്തിച്ചത്. ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭയങ്കര ക്ലോസ് ചെയ്യുന്നു. കാരണം സപത്നിമാരാണെങ്കിൽ പോലും, കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഉമർ റളിയല്ലാഹു അൻഹുവും എത്രമാത്രം ആത്മസുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ അവരുടെ മക്കളും സഹപത്നിമാരിൽ ഏറ്റവും കൂടുതൽ അവരായിരുന്നു സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നത് എന്നാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ കുറേ വിവാഹങ്ങളും. അതാണ് ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനി നമ്മൾ ഇന്നും എനിക്ക് തോന്നുന്നു കുറച്ച് റീസെന്റ് ആയിട്ട് പോലും നമ്മൾ കേട്ട വലിയൊരു വിമർശനം ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട വിമർശനം. ആയിഷ ബീവിയുടെ വയസ്സ് എന്നതാണ് അതിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ വിവാഹം കഴിക്കുവാൻ അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് 6 വയസ്സായിരുന്നു പ്രായം. പിന്നെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും 9 വയസ്സാകുമ്പോഴേക്കും ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട ദാമ്പത്യത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുന്നുണ്ട്. ഇതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും 9 വയസ്സിൽ അവർ ദാമ്പത്യ ജീവിതം തുടർന്നു പോകുന്നുണ്ട്. ഇതിൽ പ്രായം എന്നതാണ് എല്ലാവരും വളരെ പ്രശ്നമായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. ഇന്നാണ് 2024 നമ്മൾ ഏജിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വിവാഹത്തിൻ്റെ ഏജിനെ കുറിച്ച് 21 22 18 നിന്നും ഉയർത്തണമോ, അതിൽ പെണ്ണിൻ്റെ എംപവർമെൻറ്റിനെ കുറിച്ച്, ആണിൻ്റെ പക്വതയെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ 14 നൂറ്റാണ്ടിൻ്റെ അപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി 6 വയസ്സുകാരിയാണ് വിവാഹം ചെയ്തത് എന്ന് പറയുമ്പോൾ അങ്ങനെ വേറൊരാളും വിവാഹം ചെയ്തിട്ടില്ലേ എന്ന് നമുക്ക് അത്ഭുതത്തോടു കൂടി പരിശോധിക്കേണ്ടി വരും. നമ്മൾ ഇന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും, ഇന്ന് ധാരാളമായിട്ട് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സംഖ്യകളായ ആളുകളാണ്. അപ്പോൾ ശ്രീരാമൻ എപ്പോഴാണ് സീതയെ വിവാഹം കഴിച്ചത് എന്നത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം അല്ലേ. 15 വയസ്സുള്ള ശ്രീരാമനാണ് 6 വയസ്സുകാരിയായ സീതയെ വിവാഹം ചെയ്യുന്നത്. ഇനി ആത്മീയ നേതാവായ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളുടെ ആത്മീയ നേതാവായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ 15ാമത്തെ വയസ്സിൽ 5 വയസ്സുള്ള ശാരദാദേവിയാണ് അവരെന്ത് ചെയ്യുന്നത്, ശാരദാഭായിയാണ് അവരെന്ത് ചെയ്യുന്നത്, വിവാഹം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. 25 വയസ്സാന്ന് തോന്നുന്നു. 25 വയസ്സുള്ള രാമകൃഷ്ണ പരമഹംസൻ 25 വയസ്സാകുമ്പോൾ 5 വയസ്സുള്ള ശാരദാഭായിയെ വിവാഹം ചെയ്യുക. അതുപോലെ തന്നെ മനോരമ പത്രാധിപനായിട്ടുള്ള മാമൻ മാപ്പിള എന്ന് പറയുന്ന കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. ഉദാഹരണങ്ങൾ കുട്ടിയമ്മ എന്ന് പറയുന്നവരെ, കുട്ടിയമ്മയുടെ 10ാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്യുന്നത്. 11ാമത്തെ വയസ്സിൽ അവർ പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ശരിക്കും പറഞ്ഞാൽ മത വ്യത്യാസങ്ങളില്ലാതെ ഇപ്പം ക്രിസ്തു മതത്തിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാലും കാണാൻ പറ്റും. എബ്രാഹിമിൻ്റെ പുത്രനായ ഇസാക്ക് 3 വയസ്സുള്ള റബേക്കിനെ കല്യാണം കഴിക്കണം എന്നാണ് പറയുന്നത്. അത് ശരിക്കും എല്ലാ മതങ്ങളിലും അതാത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകമനുസരിച്ച്, മതങ്ങളുടെ മാത്രം എന്നുള്ളതല്ല, നമ്മൾ ഏത് രാജ്യങ്ങളാണെങ്കിലും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് ഈ ഒരു കാണാൻ പറ്റും. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫ്രാൻസിലൊക്കെ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നത് 15 വയസ്സാണ്. അതുപോലെ ഫിലിപ്പീൻസ് അതുപോലെ 13 വയസ്സോ. അതേ സമയത്ത് ഇന്തോനേഷ്യ പോലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ളത് 18 വയസ്സ് 19 വയസ്സ് ഒക്കെയാണ് വരുന്നത്. 14, 13, 15. യൂറോപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ 2024 എത്തി നിൽക്കുമ്പോഴും സ്ത്രീയുടെ പ്രായം എത്ര, പുരുഷന്റെ പ്രായം എത്ര എന്നുള്ളതിൽ കൺഫ്യൂഷനാണ്. അതെ, അവിടെ ഒരു പക്വതയും എന്താ പറയുക, ആ ഒരു നാട്ടു നടപ്പനുസരിച്ച്. അതുമല്ല, ഈ ആയിഷ ബീവിനെ തന്നെ അതിന് മുമ്പ് കല്യാണം ആലോചിച്ച് വെച്ചിട്ടല്ലേ, കല്യാണം ആലോചിച്ച് പ്രവാചകന്റെ ഫസ്റ്റ് ആലോചന അല്ല, അതിന് മുമ്പ് കല്യാണം ഉറപ്പിച്ച് വെച്ച് അവർ വിശ്വാസി അല്ലാത്തത് കൊണ്ട് പിന്മാറിയ ഒരു സംഭവം ഉണ്ട്. എന്നിട്ടാണ് പ്രവാചകൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ പ്രവാചകനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഇന്ന് ധാരാളമായിട്ട് ക്രിസംഗികൾ അവർ പറയുന്ന കാര്യമുണ്ട്. അഥവാ പ്രവാചകന്റെ ആയിഷയുമായി ബന്ധപ്പെട്ട വയസ്സ് തന്നെയാണ് അവരുടെയും പ്രശ്നം. അപ്പം നമ്മൾ വിചാരിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം. അപ്പോൾ ബൈബിളിലില്ലേ, അപ്പം യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. യേശുവിൻ്റെ വളർത്തച്ഛനായ ഔസേപ്പ് പിതാവ് അദ്ദേഹത്തിൻ്റെ 90ാമത്തെ വയസ്സിലാണ് 13 വയസ്സുകാരിയായിട്ടുള്ള മേരിയെ വിവാഹം കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ധാരാളമായിട്ട് നമുക്ക് ബൈബിളിലും മറ്റും വേദപുസ്തകങ്ങളിലും മറ്റും പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ റബേക്കയുമായി ബന്ധപ്പെട്ട വിഷയവും. ഇനി നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് നവോത്ഥാന പുരോഗമന സംഘടനകളെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ AKG എപ്പോഴാണ് സുശീലയെ വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ 2ാം വിവാഹമായിട്ട് അവരുടെ പിന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവരുടെ 12ാമത്തെ വയസ്സിലാണ്. അതാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന 14 നൂറ്റാണ്ടിനപ്പുറത്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ ആചാര്യനായ AKGയെ കുറിച്ച്, സുശീലയെക്കുറിച്ചും അവരുടെ ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചും പരിശോധിച്ചാൽ 12 വയസ്സ് എങ്ങനെയാണ് അത് നമുക്ക് ന്യായീകരിക്കാനാവുക പുരോഗമനം പറയുന്ന ആളുകൾക്ക്? എന്തുകൊണ്ടാണ് പ്രവാചകന്റെയും ആയിഷ ബീവിയും മാത്രം ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് അതിൻ്റെ പിന്നുള്ളൊരു രാഷ്ട്രീയം കൃത്യമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ നിരീശ്വരവാദികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നാസ്തികരായ ആളുകൾ കുറേ ധാരാളമായിട്ട് പ്രവാചകന്റെ ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട വിവാഹത്തെക്കുറിച്ച് പറയുന്നത് കാക്ക. ഇന്ത്യയിലെ തന്നെ അറിയപ്പെട്ട നാസ്തികരുടെ ആചാര്യൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ സംവിധാനത്തിനൊക്കെ മുന്നിൽ നിന്ന് നടന്നിരുന്ന പെരിയാർ രാമസ്വാമികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെപ്പോഴാണ് അവരുടെ പത്നിയായ നാഗമ്മയെ സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അവരുടെ 13ാമത്തെ വയസ്സിലാണ്. എന്ന് പറഞ്ഞാൽ 13, 14, 12 എന്നതൊക്കെയുള്ള ഈവൻ 5 വയസ്സ് പോലും വിവാഹം കഴിച്ച ധാരാളം ആളുകളെ കാണുവാൻ സാധിക്കും. പക്ഷെ അപ്പോഴൊന്നും ഏജ് എന്ന് പറയുന്നത്
ചെയ്യുന്നത്. നേരത്തെ നമ്മളിവിടെ പലതും പറഞ്ഞു, 16 വയസ്സ് കൂടുതലുള്ള, 25 വയസ്സ് കൂടുതലുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 20 വയസ്സ് കൂടുതലുള്ള ആളുകളെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യത്തിലേക്ക് പ്രവാചകൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊന്നു മാത്രമാണെന്ത്, ആയിഷ ബീവിയുമായി അത് മാത്രമേ നമ്മൾ അതിനെ അങ്ങനെ കാണേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് പിന്നിലുള്ള ഒരു ആവശ്യകതയോടുകൂടി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പിന്നീട് ഒരുപാട് കാലം ജീവിച്ച വ്യക്തിയാണ് ആയിഷ ബീവി. ഇത്രമാത്രം അധികം കാലം ജീവിച്ച വേറൊരു പത്നിയുമില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ 4-1 അല്ലെങ്കിൽ 3-1 എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്ര ഹദീസുകൾ ആയിഷ ബീവിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, സ്വഭാവവുമായി ബന്ധപ്പെട്ട്, വീടകങ്ങളിൽ എന്തായിരുന്നു, സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ, ചില ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് വീടകങ്ങളിലായിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു പ്രവാചകൻ എന്നുള്ളത് അവരുടെ പത്നിമാരിൽ നിന്നുമാണ് സ്വാഭാവികമായിട്ടും ലഭിക്കുക. ഇത് ലഭിച്ചിരുന്നത് ആയിഷ ബീവിയിൽ നിന്നായിരുന്നു. നല്ല ബുദ്ധികൂർമ്മതയുള്ള, അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ ആയിഷ ബീവിയെ അതെ, ആയിഷ ബീവിയിൽ നിന്നും ധാരാളമായിട്ട് ആളുകൾ സംശയ നിവാരണം നടത്തുക, രാഷ്ട്രീയ കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ആയിഷ ബീവിയെ സമീപിക്കുക. അത്രമാത്രം ബുദ്ധികൂർമ്മതയുള്ള, പിന്നെ അനന്തരാവകാശത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ള, സബബുൻ നുസൂലിനെ കുറിച്ച് ഇത്രമാത്രം അവഗാഹമുള്ള വേറൊരാളും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാർ. അവതരണ പശ്ചാത്തലം, സബബുൻ നുസൂൽ, ഫറായിലുകളെ കുറിച്ച്, അനന്തരാവകാശത്തെ കുറിച്ച് ഇത്രമാത്രം അറിയുന്ന, ബുദ്ധികൂർമ്മതയുള്ള, നല്ല കവിത എഴുതുമായിരുന്ന, നല്ല പ്രാസംഗികയായിരുന്ന, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് പോലും സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആയിഷ ബീവിയുമായിട്ട് അവർ കൂടിയാലോചിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, അപ്പോ യഥാർത്ഥത്തിൽ എത്രാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു എന്നതല്ല, അതിനപ്പുറത്തേക്ക് തൻ്റെ ഭാര്യയെ എങ്ങനെയാണ് ഒരാൾ കൊണ്ടു നടന്നത് എന്നതാണ് വിഷയം, അല്ലെ? നമ്മളെ സ്ത്രീക്ക് എത്രത്തോളം സൊസൈറ്റിയിൽ അവർക്കുള്ള വാല്യൂ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറയുന്നത്, ഇവളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, വിദ്യ അഭ്യസിക്കുക. നമ്മൾ നവോത്ഥാന നായകരെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ എത്ര ആളുകളുടെ ഭാര്യമാരെ നമുക്ക് പരിചയമുണ്ട്, നമ്മൾ ചരിത്രത്തിൽ അവരെ കുറിച്ച് കേൾക്കുന്നുണ്ട്. നമ്മൾ കണ്ടുപോയിരുന്ന പിക്ചറിൽ പലപ്പോഴും എന്തില്ല, അവരുടെ ഇണകളില്ല. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ആയിഷ ആരെന്നറിയാൻ. കാരണം പലപ്പോഴും പലതും ആയിഷ ബീവിയിലൂടെയാണ് മുസ്ലിം സമൂഹത്തിന്, സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നു എന്നതുകൊണ്ട്. അപ്പോൾ എത്രാമത്തെ വയസ്സിൽ എന്നതിനപ്പുറത്തേക്ക് എവിടെയാണ് പൊസിഷൻ ചെയ്യുന്നത് എന്നിടത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് എന്നത് പലപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്. ശരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഖദീജ ബീവിൻ്റെ ആണെങ്കിലും അത് 25 വയസ്സിലുള്ള പ്രവാചകൻ, 40 വയസ്സിലുള്ള അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അല്ലേ? അതേപോലെ തന്നെയാണ് ആയിഷ ബീവിൻ്റെ കല്യാണം എന്ന് പറയുന്നതും. അത്രയും യങ് ആയിട്ടുള്ള, അത്രയും മിടുക്കിയായിട്ടുള്ള ഇവരെ കല്യാണം കഴിക്കുമ്പം ആ ഒരു ഓരോ മുസ്ലിമിനും ഫോളോ ചെയ്യേണ്ടതാണ് പ്രവാചകൻ്റെ ജീവിതം, അവർക്ക് മാതൃകയാവേണ്ടതാണ്. അത് കൃത്യമായിട്ട് പുറത്തു വരുന്നത് ഇവരിലൂടെ തന്നെയാണ്, അല്ലേ? ശരിക്കും അവരുടെ ഒരു ലക്ഷ്യം ആ ഒരു വിവാഹത്തിനുണ്ട് എന്നത് എന്തുകൊണ്ട് ആയിഷ, ആ ചെറുപ്പം എന്തുകൊണ്ട് എന്നുള്ളത് വെറുതെ ആയ ഒരാളിൽ നിന്ന് കിട്ടുന്നതായിരിക്കില്ല. കാലങ്ങളോളം പിന്നീടും ജീവിച്ച ആളുകൾക്ക് വൈജ്ഞാനികമായ കൈമാറ്റം നടക്കപ്പെടണമെന്നത് ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട. ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ പ്രവാചകൻ്റെ ഓരോ വിവാഹങ്ങളും, അല്ലേ, ഏത് വിവാഹം എടുത്താലും കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ട്, കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നടന്നിട്ടുള്ളതെന്നാണ് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സത്യസന്ധമായിട്ട് നമ്മൾ അതിനെ സമീപിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെക്കുറിച്ചും പറയുമ്പോഴേ നമ്മൾ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ചർച്ച ചെയ്യും, എന്തുകൊണ്ടാണ് അനുചരന്മാർക്ക് 4 പ്രവാചകന് 9 എന്നാൽ ബഹുവാരിത്വത്തിന്റെ ആയത്തുകൾ ഇറങ്ങിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 9 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റുള്ളവർക്ക് പക്ഷെ 4 നിങ്ങൾ 4 നിർത്തുക എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് പ്രവാചകന് മാത്രം 9 എന്ന് പലപ്പോഴും ചോദ്യം വരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു സാഹചര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഓരോരുത്തരെയും വിവാഹം ചെയ്യാറുണ്ടായ സാഹചര്യം, അവർക്ക് പ്രവാചകനോടുണ്ടായ അടങ്ങാത്ത ഇഷ്ടം, പ്രവാചകൻ അവരോട് കാണിച്ചിരുന്ന നീതി, അവരെ ഏറ്റവും കൂടുതൽ ഒരാൾക്കിടയിൽ യാതൊരു അനീതിയും പുലർത്താതെയാണ് പ്രവാചകൻ അവരോട് പെരുമാറിയിരുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റൂല, വിവാഹം ചെയ്യാൻ സാധിക്കുകയില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനാത്താണ് അവര്. കാരണം വേറൊരാളെ കൊണ്ട് വിവാഹം അവർക്ക് സാധ്യമല്ല, അത് ഹറാമെന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. പ്രവാചകനും പറ്റില്ലല്ലോ, അല്ലെ? ആ ഒരു ആയത്തിറങ്ങിയതോടുകൂടി പ്രവാചകനും മറ്റൊരു വിവാഹം പിന്നീട് വിവാഹത്തിന് പെർമിഷൻ ഇല്ല. ഇവരെന്ത് ചെയ്തിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചുമില്ല. ഇവരെ ഉപേക്ഷിച്ചാൽ പിന്നീട് ഇവരെന്ത് ചെയ്യും, വൈധവ്യം കയറേണ്ടി വരും. കാരണം അവരുടെ സംരക്ഷണം എന്നത് അപ്പോഴും
അവരെ ഒഴിവാക്കിയാൽ പിന്നീട് അത് ന്യായമാവില്ല, നീതിയാവില്ല എന്നതുകൊണ്ടാണ് അതെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? പിന്നെ ആയിഷ അല്ലെങ്കിൽ സൊഫിയ, സൈനബ് മകൾ എന്ന്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ മകൾ എന്ന് പറഞ്ഞു വെക്കുന്നതിനപ്പുറത്തേക്ക് സത്യസന്ധമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തിയെയും കുറിച്ച് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? അതിൻ്റെ സാഹചര്യത്തെ, വയസ്സിനെ, ഗോത്രത്തെ, അതുമൂലമുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, ഇസ്ലാമിക സമൂഹത്തിന്, സത്യവിശ്വാസികൾക്കുണ്ടായിരുന്ന, ഇസ്ലാമിന് തന്നെ ഉണ്ടായിരുന്ന പ്രൗഢിയും പ്രതാപവുമുണ്ട്. ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു, ഇസ്ലാം പഠിക്കുവാൻ സാഹചര്യം ഉണ്ടാകുന്നു, അത് മുഖേന രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ, പല നേതാക്കളും തമ്മിലുള്ള ബന്ധമുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിവാഹം എന്ന് പറയുന്നതിനെ വളരെ ചുരുങ്ങിയ ഒരു ലൈംഗികതയിൽ നടത്തി മാറ്റിയിട്ട് വിശാലമായ അതെ, ഒരർത്ഥത്തിലേക്ക് ഒരു സെക്സ് എന്നതിലേക്ക് മാത്രം വളരെ ചുരുങ്ങിയിട്ട് അവതരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് വിശാലമായ അർത്ഥതലങ്ങളിലേക്ക്, രാഷ്ട്രീയമാനം, സംരക്ഷണതയുടെ മാനം, മാനവികതയുടെ ഒരു പിന്നെ സഹതാപത്തിൻ്റെ അല്ലെങ്കിൽ ചേർത്തുവെക്കലിൻ്റെ മാനങ്ങളോടുകൂടി നിയമനിർമ്മാണത്തിൻ്റെ, അതും വളരെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ നിയമം പ്രവാചകനിലൂടെ പഠിപ്പിച്ചു കൊടുക്കുക എന്നതിനേക്ക് വിശാലമായിട്ട് വായിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ പ്രവാചകന്റെ വിവാഹം എന്ന വളരെ ലളിതമായി നമുക്ക് തോന്നുന്ന തലക്കെട്ടിനെ കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അതിന് നമുക്ക് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്.